നിങ്ങളിൽ ആരെങ്കിലും ഇന്നും പാപജീവിതത്തിന് അടിമപ്പെട്ട് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയാതെ ജീവിക്കുന്നവരാണെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ക്രൂശുമരണം അത് വിവരിക്കുന്ന ഒരധ്യായമാണ് ഈ 19 അധ്യായം. അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ക്രൂശുമരണം എപ്രകാരമായിരിക്കണമെന്നുള്ള പഴയ നിയമ പ്രവചനങ്ങൾ, അനേകം പഴയ നിയമ പ്രവചനങ്ങൾ നിവൃത്തിയായ ഒരു അധ്യായം കൂടിയാണ് ഈ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1 അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ യേശുവിനെ നോക്കി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതേ സുവിശേഷം 19 അധ്യായം 17 വാക്യത്തിൽ കാൽവറി മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ അതാ ആ കുഞ്ഞാട് തൂങ്ങപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുവാനായി ആ കുഞ്ഞാട് തൂങ്ങപ്പെടുകയാണ്. പാട്ടുകാരൻ പാടുന്നത് പോലെ, കണ്ടാലോ ആളറിയുകയില്ല, അപ്രകാരം ആ മുഖം വിരൂപമാക്കപ്പെട്ടു, പുറം ഉഴവു ചാലുകൾ പോലെ കീറി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്രകാരം ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വളരെ പങ്കപ്പാടുകളാണ് കർത്താവായ യേശുക്രിസ്തു സഹിച്ച് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായി ഈ ഭൂമിയിൽ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ആദി മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ആദാം മുതൽ നിത്യമരണത്തിന് യോഗ്യരായിരുന്ന ആദാം പാപം ചെയ്തത് മൂലം തൻ്റെ പിൻഗാമികളായി വന്ന മാനവജാതി മുഴുവനും പാപത്തിന് അടിമയായി തീർന്നപ്പോൾ, ആ ശാപത്തിന് അടിമയായി തീർന്നപ്പോൾ, കാലത്തിൻ്റെ സമ്പൂർണ്ണത തികഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ നിത്യമരണത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇപ്രകാരം ഒരു മരണം ഭരിക്കുവാൻ ഇടയായി തീർന്നു. നാം ഒന്ന് ചിന്തിക്കണം. ഫിലിപ്പി ലേഖനം 2 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അതായത് ദൈവത്തിന്, പിതാവായ ദൈവത്തോട് സമനായിരുന്നവൻ, സ്വർഗത്തിൽ എല്ലാം ആയിരുന്നവൻ ഈ ലോകത്തിലേക്ക് അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ദാസരൂപം എടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ. അപ്രകാരം ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 1 യോഹന്നാൻ 3 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ വായിക്കുന്നു: കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്രകാരം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത്, തൻ്റെ ഈ പാപജീവിതത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് നിത്യജീവന് അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി അപ്രകാരം ദൈവം നമ്മെ സ്നേഹിച്ചു എന്നത് നാം മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നും പാപജീവിതത്തിന് അടിമപ്പെട്ട് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയാതെ ജീവിക്കുന്നവരാണെങ്കിൽ, ഞാനൊരു വാക്ക് പറയട്ടെ: നിങ്ങളെയും യേശു സ്നേഹിക്കുന്നു. നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും നിത്യജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ നീചമരണം ഭരിച്ചത്. കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ആ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവായ യേശുവേ, അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങ് മരിച്ചു ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് എന്ന് താങ്കൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അത് വായുകൊണ്ട് ഏറ്റുപറയുക. അപ്രകാരം ഏറ്റുപറയുമെങ്കിൽ നിങ്ങൾക്കും ഈ രക്ഷയുടെ സൗഭാഗ്യം അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും.
അപ്രകാരം ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയുവാൻ കർത്താവായ യേശു ക്രിസ്തു സൗജന്യമായി നൽകിയ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്ന പ്രകാരം നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം ഏവരെയും